കാതികയിലേക്ക് സ്വാഗതം. ഇന്ന് കാതികയിൽ പറയുന്ന കഥയുടെ പേരാണ് ബൾബ്. കഥ കേൾക്കാം. ഒരു കുട്ടി സ്കൂൾ കഴിഞ്ഞ് വൈകുന്നേരം പതിവ് പോലെ വീട്ടിലേക്ക് വന്നു. ആ കുട്ടിയെയും കാത്ത് വീട്ടിൽ അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അന്ന് കുട്ടി വീട്ടിലേക്ക് വന്നപ്പോൾ കുട്ടിയുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. കുട്ടി ആ പേപ്പർ അമ്മയെ കാണിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ടീച്ചർ ഈ പേപ്പർ എനിക്ക് തന്നു, എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. അമ്മ ആ പേപ്പർ വാങ്ങി. ആ എഴുത്ത് വായിച്ച ശേഷം അമ്മയുടെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് ആ എഴുത്ത് ഒന്നും കൂടി മകന് വേണ്ടി ഉറക്കെ വായിച്ചു. എഴുത്ത് ഇങ്ങനെയാണ്: നിങ്ങളുടെ മകൻ ഒരു മിടുക്കനാണ്. ഈ സ്കൂള് അവന് വേണ്ടി വളരെ ചെറുതാണ്. അവനെ പഠിപ്പിക്കാൻ പറ്റിയ ടീച്ചർമാർ ഈ സ്കൂളിലില്ല. നിങ്ങൾ വീട്ടിലിരുത്തി അവനെ പഠിപ്പിച്ചോളൂ. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞു. ആ കുട്ടി വലുതായി. കുട്ടിയുടെ അമ്മ വയസ്സായി മരിക്കുകയും ചെയ്തു. ആ കുട്ടി മിടുക്കനായി തന്നെ വളർന്നു. ആ കുട്ടി ലോകം അറിയപ്പെടുന്ന ഒരു ആവിഷ്കർത്താവായി, അതായത് ഒരു ഇൻവെന്ററായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയാളുടെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് പഴയ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കി. പെട്ടെന്നാണ് അയാളുടെ ശ്രദ്ധ ഒരു ബുക്കിലിരിക്കുന്ന പേപ്പറിലേക്ക് പെട്ടത്. അയാൾ ആ ബുക്ക് എടുത്ത് നോക്കി. അയാൾക്ക് മനസ്സിലായി, ഈ പേപ്പറാണല്ലോ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ തന്നത്. ആ പേപ്പർ അയാൾ തുറന്നു നോക്കി. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ മകന്റെ ബുദ്ധി കുഴഞ്ഞുപോയി. ഇനി മേലാൽ അവനെ സ്കൂളിലേക്ക് വിടരുത്. അത് വായിച്ചതും അയാൾ കുറെ നേരം കരഞ്ഞു. എന്റെ അമ്മ ഇത് വായിച്ചിട്ടാണോ പറഞ്ഞത് ഞാനൊരു മിടുക്കനാണെന്നും എന്നെ ഇനി സ്കൂളിൽ വിടണ്ട, ഞാൻ തന്നെ പഠിക്കാമെന്നും? ഈ വ്യക്തി ആരാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഇതായിരുന്നു തോമസ് ആൽവ എഡിസൺ. എഡിസനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എത്ര കണ്ടുപിടുത്തങ്ങളാണ് എഡിസൺ കണ്ടുപിടിച്ചത്. തോമസ് ആൽവ എഡിസൺ പിന്നീട് തന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: തോമസ് ആൽവ എഡിസൺ ഒരു ബുദ്ധി കുഴഞ്ഞ കുട്ടിയായിരുന്നു. പക്ഷെ എന്റെ അമ്മ, എന്റെ ഹീറോ മദർ, എന്നെ ഈ നൂറ്റാണ്ടിലെ ജീനിയസായി മാറ്റി. അതുപോലെയാണ് നമ്മുടെ അച്ഛനമ്മമാരും. അവരെപ്പോഴും നമ്മുടെ നന്മയെ ആഗ്രഹിക്കുകയുള്ളൂ. അവർ എന്ത് പറയുന്നതും നമ്മൾ നല്ലതുപോലെ അനുസരിക്കുക, കേൾക്കുക. എഡിസന്റെ ടീച്ചർമാർ പറഞ്ഞ പോലെ അമ്മ സ്കൂളിൽ വിടാതിരിക്കുകയും സത്യം അവനോട് പറയുകയും ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ആവിഷ്കാരിയെ, ഒരു ഇൻവെന്ററെ കിട്ടില്ലായിരുന്നു. കാതികയിലെ ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കഥയുമായി കാതിക നാളെ.